മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ കണ്ണൂരിൽ ക്ഷേത്രോത്സവത്തിൽ രാഷ്ട്രീയ ഇടപെടൽ. ഉത്സവത്തിനിടെ രാഷ്ട്രീയ പ്രചാരണവുമായി CPM-ഉം RSS-ഉം. കണ്ണൂർ കതിരൂർ പുല്ലിയോട് ശ്രീകുറുമ്പ ക്ഷേത്രത്തിലാണ് സംഭവം. രാഷ്ട്രീയ ചിഹ്നങ്ങളുമായി ആയിരുന്നു ഇരുവിഭാഗങ്ങളുടെയും കലശം വരവ്. സമൂഹ മാധ്യമങ്ങളിലും ഇരുവിഭാഗങ്ങളും പ്രകോപനപരമായ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. സുമേഷ് മൊറാഴ നമുക്കൊപ്പം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സുമേഷ്, ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഇതൊരു ക്ഷേത്രത്തിലെ ഉത്സവമാണെന്ന് നമുക്ക് തോന്നുകയില്ല. സാധാരണയായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കലാശക്കൊട്ട് നടക്കുന്ന വേളയിലെ ദൃശ്യങ്ങളാണ് എന്നാണ് നമുക്ക് തോന്നിപ്പോകുന്നത്. അത്രത്തോളം പാർട്ടി പരമായിട്ടുള്ള ചിഹ്നങ്ങൾ, കൊടികൾ, ആഘോഷങ്ങളൊക്കെയാണ് ആ ഉത്സവ നഗരിയിൽ നടക്കുന്നത്. ഇതവിടെ ക്ഷേത്രങ്ങളിലേക്ക് ഒരു സ്ഥിരം കാഴ്ചയാണോ, അതോ ഈ ശ്രീകുറുമ്പ ക്ഷേത്രത്തിൽ മാത്രമാണോ ഇത്തരത്തിൽ ഒരാഘോഷം നടന്നത്? ഇതിനെതിരെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ടോ? തീർച്ചയായും ആര്യ, അതായത് കൊല്ലം കടക്കലിലെ വിവാദത്തിന് പിന്നാലെ ഇപ്പോൾ കണ്ണൂരിലും ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതായത് കൊല്ലത്ത്, അതായത് കടക്കലിൽ വിവാദത്തിന് പിന്നിൽ CPM ആണെങ്കിൽ ഇപ്പോൾ കണ്ണൂരിൽ ഇതിന് പിറകിൽ CPM-ഉം അതുപോലെ തന്നെ BJP-യും RSS-ഉം പ്രതിഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് കതിരൂർ പുല്ലിയാട് കൂറുമ്പക്കാവിൽ ഒരു താലപ്പൊലി ഉത്സവത്തിന്റെ ഭാഗമായി ഇരു വിഭാഗങ്ങളും, അതായത് അവരുടെ രാഷ്ട്രീയ പ്രചരണ ഇടങ്ങളാക്കി അത്തരം ക്ഷേത്രോത്സവങ്ങളെ മാറ്റുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതായത് ഉത്സവത്തിന്റെ ഭാഗമായി അവിടെ ഒരു താലപ്പൊലി ഉത്സവത്തിന്റെ ഭാഗമായി അവിടെ ഒരു കലശം വരവ് നടക്കുകയാണ്. അതിനിടയിൽ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇരു പാർട്ടികളും അവരുടെ ശക്തി പ്രകടനമായി ഇത്തരം ആഘോഷങ്ങളെ മാറ്റുന്നത്. അതായത് ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ സാധാരണ നടക്കാറുള്ളത് പോലെ തന്നെ മുദ്രാവാക്യ വിളികളും അതുപോലെ തന്നെ അവരുടെ പാർട്ടി ചിഹ്നങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ശക്തി പ്രകടനം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ക്ഷേത്ര ഉത്സവങ്ങളിലും ഇതുപോലെയുള്ള, അതായത് കണ്ണൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരം പ്രചരണ ആയുധങ്ങളാക്കി ക്ഷേത്ര ഉത്സവങ്ങളെ മാറ്റുന്നു എന്നുള്ളതാണ്. ഇതിൽ ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കണ്ണൂരിൽ ഇതൊരു ശക്തി പ്രകടനം എന്ന രീതിയിൽ തന്നെയാണ്. അതായത് മലബാർ, പ്രത്യേകിച്ച് കണ്ണൂരിൽ ക്ഷേത്രങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളാണ്, അതായത് കാവുകൾ കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അതാത് പ്രദേശങ്ങളിൽ അതാത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളുമായിരിക്കും. എന്നാൽ അത്തരം ഉത്സവങ്ങളെ അവരുടെ രാഷ്ട്രീയ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അവരുടെ പാർട്ടി ചിഹ്നങ്ങൾ അവിടെ ഉയർത്തിപ്പിടിക്കുകയും അവരുടെ ശക്തി തെളിയിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സാധാരണ കണ്ണൂരിൽ കണ്ടുവരുന്നത്. അത്തരം ഒരു പ്രവണത തന്നെയാണ് കഴിഞ്ഞ ദിവസവും ഈ കൂറുമ്പക്കാവിലും കണ്ട ചിത്രം. അതായത് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ. ഇത് ഭക്തജനങ്ങളിൽ സ്വാഭാവികം ഉണ്ടാക്കുന്ന ഒരു വെറുപ്പാണ് ഉണ്ടാക്കുന്നത്. അതായത് അവരുടെ ഭക്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അവരുടെ ക്ഷേത്രങ്ങൾ ഭക്തജനങ്ങൾക്ക് അവരുടെ ഭക്തി സൗമ്യമായി അല്ലെങ്കിൽ അവരുടെ ഈ ഭക്തി പ്രകടിപ്പിക്കേണ്ട സ്ഥലത്ത് ഇത്തരം പ്രചരണ ഇടങ്ങളായി മാറുമ്പോൾ അവരുടെ അത്തരം ആ ഒരു ഭക്തികൾക്കൊക്കെ അലവസരപ്പെടുത്തുന്ന വിധത്തിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണങ്ങൾ അല്ലെങ്കിൽ പ്രചരണ രീതിയിൽ പോലുള്ള ഇത്തരം ആഘോഷങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ ഉള്ള ആക്ഷേപം. അതായത് ഇതിനെതിരെ ഹിന്ദു ഐക്യവേദി പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് CPM ആണ് ഇത്തരം ഒരു പ്രചരണം അവിടെ നടത്തിയത് എന്നാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്ത. അതിനെതിരെ ഹിന്ദു ഐക്യവേദി പരാതി കൊടുത്തു എന്നാണ് ഞങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ BJP-യും ഇത്തരം പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള വാർത്തയാണ് സ്വാഭാവികമായും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു വന്നത്. തീർച്ചയായും സുമേഷ് മൊറാഴയാണ് വിവരങ്ങൾ